എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകൾ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഉണ്ട്. പെൻഷൻ മുടങ്ങാതിരിക്കാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടവർ ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുമുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. പല ആളുകളും മുമ്പ് ഇത് ചോദിച്ചിരുന്നു. അന്ന് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി സംസ്ഥാനത്തെ മിക്കവാറും പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളിൽ നിന്നെല്ലാം ഈ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും, അവിവാഹിതരായിട്ടുള്ള 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ വിവാഹിതയല്ല എന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹാജരാക്കണം എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ജനുവരി മാസത്തിൽ തന്നെയാണ് അത് ഉണ്ടാകാറുള്ളത്. പക്ഷെ ഈ ഒരു മാസങ്ങളിലാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത്. അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം മാറുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ഒരു താമസം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടൊന്ന് ബന്ധപ്പെടണം. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഈ കാര്യവുമായിട്ടൊന്ന് ബന്ധപ്പെടണം. നിങ്ങളുടെ വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ കൗൺസിലറോടോ ചോദിച്ചാൽ ഈ കാര്യം അറിയാവുന്നതാണ്. ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഉടനെ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും ഇതിനൊരു അവസാന തീയതി ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലും അതായത് പല പഞ്ചായത്തുകളും ജനുവരി 31 എന്ന ഡേറ്റ് അവസാന തീയതിയായിട്ട് പറയുന്നുണ്ട് എങ്കിലും ഔദ്യോഗികമായിട്ട് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അക്ഷയ വഴി നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും നേടിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇത് സമർപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാ വിധവാ പെൻഷൻ വാങ്ങുന്നവരും 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളും ഈ കാര്യം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി അറിയിപ്പ് നൽകിയപ്പോൾ നിരവധി പേർക്ക് സംശയം, ഞങ്ങൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമോ എന്ന് പല ആളുകളും കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ പലതവണ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. 2019 ഡിസംബർ 31 വരെ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതായത് 2020 ജനുവരി മുതൽ പെൻഷൻ കിട്ടിയിട്ടുള്ളവരാരും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. അതിനു മുമ്പ് പെൻഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രാവശ്യം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുമ്പ് പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകളോട് അന്ന് സർട്ടിഫിക്കറ്റ് നൽകാത്ത 2 ലക്ഷത്തി ചില്ലാന ആളുകളുണ്ട്. അവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അവർക്കുള്ള സമയപരിധി 6 മാസം കൂടിയുണ്ട്. ഡിസംബറിൽ അവസാനിച്ച സമയപരിധിയാണ് അടുത്ത ജൂൺ 30 വരെ നീട്ടിയിട്ടുള്ളത്. അതിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അക്ഷയ വഴി ചെയ്യാം. ജൂൺ 30 കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ കാര്യം ഗൗരവത്തിലെടുക്കുക. 2000 രൂപ ക്ഷേമ പെൻഷൻ 2 മാസമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചതിന് ശേഷം വിതരണം ചെയ്തത്. അതിനു മുമ്പ് 1600 ആയിരുന്നു. ഈ മാസം 3ാം ഗഡുവായിട്ടുള്ള 2000 രൂപയുടെ വിതരണം, ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 23-നോ 22-നൊക്കെ ആയിട്ട് ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാവുകയാണ് എങ്കിൽ പെൻഷൻ തുകയുടെ വിതരണം 2 ദിവസത്തിനകം തന്നെ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് വരും. ഈ മാസം 20-ാം തീയതി ചൊവ്വാഴ്ച തന്നെയാണ് നമ്മുടെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. ബജറ്റ് സമ്മേളനമാണ്. ഈ സർക്കാരിന്റെ അവസാന ബജറ്റാണ്. 29-ാം തീയതി ബജറ്റിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാരിന്റെ വാഗ്ദാനമായിട്ടുള്ള 2500 പെൻഷൻ എത്തിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നത്. എന്തായാലും ഈ മാസത്തെ പെൻഷൻ വൈകാതെ എല്ലാവർക്കും എത്തിച്ചേരും. കയ്യിലും ബാങ്കിലൊക്കെ ആയിട്ട് ഈ മാസം 31-ന് മുമ്പ് കിട്ടും എന്നാണ് പറയുന്നത്. പെൻഷൻ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം നൽകേണ്ടവർ മാത്രം നൽകുക. എല്ലാവരും നൽകേണ്ട കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നൽകേണ്ടവർ മാത്രം നൽകുക എന്ന് പറയുന്നത്. മസ്റ്റും ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ അത് ചെയ്യുക. 20-ാം തീയതി വരെ അതിനും അവസരമുണ്ട്. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.